ദ ലോക്കൽ എക്കോണമി ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ ആശയങ്ങളെ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നാം പരിശോധിക്കുന്നത്. എല്ലാവർക്കും നിരവധി ആശയങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. നാം പലപ്പോഴും പല ആശയങ്ങൾ പറയാറുണ്ടെങ്കിലും ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കുന്ന സ്വഭാവം പലർക്കുമില്ല. ഇങ്ങനെ ജീവിതത്തിൽ ആശയങ്ങൾ പ്രാവർത്തികമാക്കാത്തതിന് നിരവധി കാരണങ്ങളുണ്ട്. പാലിക്കാൻ പറ്റാത്ത ആശയങ്ങൾ തീർച്ചയായിട്ടും അതൊരു അബദ്ധങ്ങളായിരിക്കാം. ഈ ലോകത്തിൽ പൊതുവെ 3 തരത്തിലുള്ള ആൾക്കാരാണുള്ളത്. ഒന്നാമത് വിജയിച്ചവർ, രണ്ടാമത് ശരാശരിക്കാർ, മൂന്നാമത് പരാജയപ്പെട്ടവർ. വിജയിച്ച ആൾക്കാരൊക്കെ അവരുടെ ആശയങ്ങളെ പ്രാവർത്തികമാക്കിയവരാണ്. ശരാശരിക്കാർ ആശയങ്ങൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നവരായിരിക്കും. അവരവരുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കില്ല. എന്നാൽ പരാജയപ്പെടുന്ന ആൾക്കാർ തൻ്റെ ജീവിത സാഹചര്യങ്ങൾ തനിക്ക് അനുകൂലമാകും എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരു കാര്യവും പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറാവുകയില്ല. ഇങ്ങനെയുള്ള ആൾക്കാർ ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കുവാൻ ഒരു സാധ്യതയുമില്ല. നിങ്ങൾക്കുണ്ടാകുന്ന ആശയങ്ങളെ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നാം പരിശോധിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായി മാറുക എന്നുള്ളതാണ്. കാര്യങ്ങൾ മാറ്റിവെക്കുന്ന ഒരാളാകരുത്. പല ആൾക്കാരും പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് കാര്യങ്ങളെ അല്ലെങ്കിൽ ആശയങ്ങളെ മാറ്റിവെക്കാറുണ്ട്. അങ്ങനെയല്ല, തങ്ങളുടെ ആശയങ്ങൾ തങ്ങളുടെ മുമ്പിൽ വന്നു ചേർന്നാൽ ഉടനെ തന്നെ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചില ആൾക്കാർ കാര്യങ്ങൾ താൻ കരുതുന്നത് പോലെ അനുകൂലമായതിനു ശേഷം പ്രവർത്തിക്കാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇത് ഏറ്റവും വലിയ അബദ്ധ ധാരണയാണ്. ഒരിക്കലും കാര്യങ്ങൾ തനിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായതിനു ശേഷം മാത്രം പ്രവർത്തിക്കാം എന്ന് ചിന്തിക്കാൻ പാടില്ല. തടസ്സങ്ങൾ അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും അതുണ്ടാകുന്ന സമയങ്ങളിലെല്ലാം തങ്ങളുടെ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നവരുമായിരിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ആശയങ്ങൾ നല്ലതാണോ മോശമാണോ എന്ന് സ്വയം വിലയിരുത്തി നോക്കുക എന്നുള്ളത്. അങ്ങനെ വിലയിരുത്തി നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ പാടുള്ളൂ. ഇങ്ങനെ നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങൾക്ക് മികച്ചതാണെന്ന് തോന്നലുണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ആശയങ്ങളെ പ്രാവർത്തികമാക്കുമ്പോൾ മറ്റുള്ളവർ എന്തു പറയുമെന്നുള്ള ചിന്ത ഒരിക്കലും പാടില്ല. അവർ പരിഹസിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ സംശയത്തോടു കൂടി കാണുന്ന ആൾക്കാരാകുമോ എന്നിങ്ങനെയുള്ള ഭയങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഉണ്ടാകാൻ പാടില്ല. മറ്റുള്ളവർ പരിഹസിക്കും എന്നുള്ള ഭയം അനാവശ്യമായ ഒരു കാര്യമാണ്. പലരും മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കുന്നവരല്ല, സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവരാണ് അധികം ആൾക്കാരും. ഇനി ആരെങ്കിലും പരിഹസിക്കുന്നുണ്ടെങ്കിൽ ഒരു ജോലിയും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. അവർ ചെയ്യുന്ന ഏക ജോലി മറ്റുള്ളവരെ പരിഹസിക്കുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെയുള്ള ആൾക്കാരുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമില്ല. മറ്റൊരു കാര്യം, ആരംഭിക്കുവാനുള്ള ഏറ്റവും എളുപ്പമാർഗം അത് ആരംഭിക്കുക എന്നതാണ്. അത് ആരംഭിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് സമയം കളയേണ്ടതില്ല. അത് ആരംഭിക്കുക എന്നതാണ്. നിങ്ങളുടെ ആശയങ്ങളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എഴുതി വയ്ക്കുകയും ഇന്ന് ചെയ്യേണ്ടവ മാത്രം ഇന്ന് ചെയ്യുകയും നാളെ സംഭവിക്കുന്നതിനെക്കുറിച്ച് അധികം ചിന്തിക്കേണ്ട കാര്യവുമില്ല. പലപ്പോഴും നാളെ എന്ത് സംഭവിക്കും എന്നുള്ള അമിതമായ ചിന്തയാണ് നമ്മുടെ പ്രവൃത്തികളെ ചെയ്യാൻ വേണ്ടി തടയുന്നത്. നമ്മുടെ ആശയങ്ങൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളെ എന്ത് സംഭവിക്കും എന്നുള്ള അമിത ചിന്തയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകൾ പാടെ ഉപേക്ഷിക്കുക. നിങ്ങളെ ആശയങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പടയാളിയായി സ്വയം മാറ്റുക. അങ്ങനെ ഒരു ഉയർന്ന ചിന്താഗതി നിങ്ങളിൽ ഉണ്ടാക്കിയെടുത്താൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. നിങ്ങളൊരു സന്നദ്ധ പ്രവർത്തകനായി മാറുക. നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തുക. ഈ കാര്യങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു പ്രവൃത്തിയും ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരാളായി മാറുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു ആത്മവിശ്വാസമുള്ള ഒരാളായി നിങ്ങൾ മാറട്ടെ എന്ന് ആശംസിക്കുന്നു.